പുറത്തു വന്നത് പീച്ചിയിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ. എന്താണ് വിഷയം? ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആള് ദിനേശ് എന്നയാളും ഹോട്ടൽ ജീവനക്കാരുമായി തർക്കം. എന്താ തർക്കം? ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ പേരിലുള്ള തർക്കമാണ്. അത് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തി പോലീസ് ഭീഷണിപ്പെടുത്തുന്നു, മർദ്ദിക്കുന്നു. അതേ തുടർന്ന് ഹോട്ടലിന്റെ ഉടമ ഔസേപ്പും മകൻ പോളും സ്റ്റേഷനിലെത്തുന്നു. SI രതീഷ് എന്ന് പറയുന്നയാള് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, അവരെ മർദ്ദിക്കുകയാണ്. അവരോട് എന്താണ് പറയുന്നത്? വധശ്രമത്തിനും പോക്സോ കേസും ഉൾപ്പെടെ നിങ്ങളുടെ മേൽ ചുമത്തുമെന്ന് പറഞ്ഞ് ഒരു SI ഈ കേസിൽ വന്നിരിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. സാർ, ഒടുവിൽ എന്താ പറയുന്നത്? കേസ് ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുകയാണ്. സർ 12/2/2025 ബഹുമാനായ അംഗം ശ്രീ N ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി പോലീസ് ഗൂഗിൾ പേ വഴി കാശ് മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിൽ ഭയങ്കര ക്ഷുഭിതനായി. സർ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? കേരളത്തിലെ പോലീസ് നല്ല മികവാർന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തരീക്ഷമാണുള്ളത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ്. സാർ, അങ്ങയുടെ ഈ ജനകീയ സേന CCTVക്ക് മുന്നിൽ കാശ് എണ്ണി മേടിക്കുന്ന കാഴ്ച കേരളം കാണാനിടയായി. സർ, 5 ലക്ഷം രൂപ കേസ് തീർക്കാൻ വേണ്ടി മേടിച്ചു. അതിൽ 2 ലക്ഷം പരാതിക്കാരനും 3 ലക്ഷം പോലീസിനും. സർ, ജനകീയ സേനയുടെ കമ്മീഷൻ 60% വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു പോലീസാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത്. സർ, ആ ജനകീയ സേനയ്ക്ക് നേതൃത്വം കൊടുത്ത SI രതീഷിന് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത ഒരു സർക്കാരും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റുമാണ്. എന്ത് നടപടിയാണ് സാർ എടുത്തത്? സാർ, കുണ്ടറയിലെ തോംസൺ തങ്കച്ചൻ എന്ന സൈനികന്റെ മരണം പോലീസ് മർദ്ദനം മൂലമാണെന്ന് മാതാവ് ഡെയ്സി മോള് പരാതിപ്പെട്ടിരിക്കുകയാണ്. സാർ, ഞാൻ അവരോട് സംസാരിച്ചു. സാർ, അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മനുഷ്യ മനസാക്ഷിയുള്ള ഒരാൾക്കും കേട്ടിരിക്കാൻ സാധിക്കില്ല, ഇവിടെ പറയാനും സാധിക്കില്ല. സാർ, അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള ലോക്കപ്പ് മർദ്ദനമാണ് സൈനികനായിട്ടുള്ള ആ തോംസൺ തങ്കച്ചൻ നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തെ സ്റ്റേഷനിൽ ലോക്കപ്പിനകത്ത് കെട്ടി തൂക്കിയിട്ട് പോലീസുകാർ വട്ടം കൂടി നിന്ന് മർദ്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ ഷോക്ക് അടിപ്പിച്ചു, മെഴുകുതിരി ഉരുക്കി ഒഴിപ്പിച്ചു, ക്രൂരമായി മർദ്ദിച്ച ശേഷം, നിങ്ങൾ അറിയണം, ആ അമ്മ എന്നോട് വേദനയോടുകൂടി പറഞ്ഞതാണ്, ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം പഞ്ചസാര വെള്ളത്തിൽ ഉപ്പ് കലക്കി അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധമായി കുടിപ്പിച്ചു. സാർ, എന്തിനാണ് സാർ? ആ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. സാർ, ഒരു സൈനികനാണ്. കേരള പോലീസിന്റെ മൃതഭാവേ ദൃഢകൃത്യേ. എന്താണ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സാർ, കുന്നംകുളം സംഭവത്തിന് ശേഷം ഇപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി വിവരാവകാശം കൊടുത്താൽ CCTV ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന്. ഒന്നും മറയ്ക്കാനില്ലാത്ത കേരള പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ് എങ്കിൽ ആ കുണ്ടറ സംഭവത്തിലെ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആ അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അങ്ങ് ഇന്ന് നിർദ്ദേശം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, മുഖ്യമന്ത്രിയുടെ മൗനം പോലെ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നില്ല. സാർ, നിരവധി കേസുകളുണ്ട് ഇവിടെ പറയാനായിട്ട്. സാർ, അടൂരിൽ DYFIയുടെ മേഖലാ സെക്രട്ടറി ജോയൽ എന്ന യുവാവ്, 29 വയസ്സ്, അദ്ദേഹത്തെ പോലീസ് ഇടിച്ചു കൊന്നതാണെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബം ആരോപിക്കുകയാണ്. രാത്രി 7 മുതൽ 9 വരെ SHO U ബിജുവിൻ്റെ നേതൃത്വത്തിൽ ബന്ധുക്കളുടെ കൺമുമ്പിൽ വെച്ച് ജോയലിനെ തല്ലിച്ചച്ചു. തടയാൻ ശ്രമിക്കുന്നതിനിടെ അടിവയറ്റിൽ ചവിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരി KK കുഞ്ഞമ്മ അവരുടെ മൂത്രം പോയി. സാർ, കേസില്ലെന്ന് നിർബന്ധപൂർവ്വം എഴുതി വാങ്ങിയ ശേഷമാണ് എല്ലാവരെയും പറഞ്ഞു വിട്ടത്. സാർ, ഇപ്പോൾ ആ കുടുംബം പറയുന്നത് എന്താണെന്നറിയോ? അടൂരിലെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി രഹസ്യങ്ങൾ ജോയൽ പുറത്തു പറയുമോ എന്ന ഭയം മൂലം CPM പ്രാദേശിക നേതാക്കളാണ് പോലീസ് മർദ്ദനത്തിന് ഒത്താശ ചെയ്തതെന്ന് ഈ ജോയലിന്റെ കുടുംബം ഇവിടെ പറയുകയാണ്. സാർ, ഇതൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.